അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. സുഖം തന്നെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങൾ ഇതൊക്കെ തന്നെ. അപ്പൊ നിങ്ങളെ കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ പറയും, കുറച്ച് പറയും, എല്ലാരും അറിയട്ടെ. ഞാൻ ഒരു 5 വർഷം കൊണ്ട് കൊല്ലം ജില്ലയിൽ കുളത്തൂപ്പുഴ മയിലുമൂട് എന്ന സ്ഥലത്ത് താമസക്കാരനാണ്. 2 കണ്ണിനും കാഴ്ചയില്ലാതെ നിങ്ങളെപ്പോലെയുള്ള ഉസ്താക്കന്മാരും ജമാഅത്തിനും നാട്ടുകാരും തന്നെ ഞങ്ങളെ രണ്ടുപേരുടെ ജീവിതങ്ങൾ കഴിയുകയാണ്. ഞാൻ ആദ്യം ഒരു വഴി പ്രശ്നത്തിന് 24 നവംബർ മാസം, ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, ഇതുപോലെ ബഹുമാനപ്പെട്ട എനിക്ക് സഹായം മരുന്നും കണ്ണിന് മരുന്നും മറ്റുള്ള സഹായങ്ങളും ചെയ്യുന്ന എൻ്റെ ഉസ്താദ്, ബഹുമാനപ്പെട്ട എൻ്റെ ഉസ്താദ് വന്ന് മാസം തോറും 1800 രൂപയുടെ മരുന്ന് എനിക്ക് വേണം. അദ്ദേഹം എനിക്ക് അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളെ ഈ വഴിയിലെ ഒരു പ്രശ്നം, വഴിയുടെ പ്രശ്നം, വഴിയില്ലായിരുന്നു, നടക്കാൻ വഴിയില്ലാതെ കഴിഞ്ഞ 24-ാം വർഷം നവംബർ മാസം, ഡേറ്റ് ഓർമ്മയില്ല, ഒരു വഴിയെപ്പറ്റി തർക്കങ്ങൾ വന്ന് വഴി നടക്കാനും പോകാനും വഴിയില്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ ആ ഉസ്താദിനെ കൊണ്ട് ഞാൻ വീഡിയോ അദ്ദേഹം കൊണ്ടുവന്ന് എടുപ്പിച്ച് ആ വഴി തർക്കം ജില്ലാ കളക്ടർക്ക് വരെ കൊടുത്തിട്ടും ജില്ലാ കളക്ടർ തഹസിൽദാറിനെ, വില്ലേജ് ഓഫീസറെ മാത്രമേ അറിയിച്ച് അവരെ വന്ന് അവരെ കാണാവൂനാന്ന് പറഞ്ഞ് അവരങ്ങ് പോയി തിരിച്ച്. ഇത് ശ്രദ്ധയിൽപ്പെടുത്താൻ. ഇപ്പൊ വഴിയുടെ അവസ്ഥ എങ്ങനെയാണ്? വഴിയുടെ അവസ്ഥ നേരത്തെ കാലം കുറവാണ്, ഇടിഞ്ഞു തൊഴിഞ്ഞ് കിടക്കുക. ഈ വഴിയിൽ എന്ത് കറണ്ടൊക്കെ കൊടുത്തെന്ന് പറഞ്ഞു? അത് സോളാർ കൊടുത്തിട്ട് നടക്കുന്ന വലിയ കൂടി. എൻ്റെ ഈ ഇടയ്ക്ക് എൻ്റെ മുണ്ട് വരെ വരുന്നത് ഇപ്പൊ ഒട്ടും പോവാൻ നിവർത്തി ഇല്ല, നടക്കാൻ നോക്കില്ല. അങ്ങനെ ഇനിയിപ്പോൾ എനിക്ക് വഴി വേണ്ട, ദുനിയാവിന്ന് പോവാറായി. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നമ്മളെ ഈ ജനങ്ങളോട്, ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും സഹായം വേണം? എനിക്ക് അള്ളാഹുവിൻ്റെ അടിമകളായ ജനങ്ങളോട്, സഹോദരങ്ങളോടും മുതിർന്നവരോടും മാതാപിതാക്കളോടും നാട്ടുകാരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. എനിക്ക് ഇനി വഴി വേണ്ട, വഴിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് ഗുളികകളോ മാസത്തിൽ ഒരു പ്രാവശ്യം മെഡിക്കൽ കോളേജിൽ ഞാനും എൻ്റെ ഭാര്യയ്ക്കും ഹാർട്ടിന് ചെറിയ കംപ്ലൈൻറ്റ് വന്ന്, കാലിന് തേയ്മാനം വന്ന് ഇങ്ങനെ ഞങ്ങൾ 2 പേരെ കഴിയുകയാണ്. എനിക്കൊരു മകനുണ്ട്, അവൻ വിവാഹം ചെയ്ത് 2 കുട്ടികളുമുണ്ട്. പിന്നെ അവൻ്റെ കയ്യിൽ കിട്ടുന്നത് കൊണ്ട് തരും. ഒരു ആട്ട് ഓടയാണ്, എത്ര ഓടാനാണ്? അതുകൊണ്ട് എനിക്ക് നല്ലവരായ ജനങ്ങൾ അള്ളാഹുവിനെ ഓർത്ത് ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് താങ്ങും തണലും റബ്ബ് തരും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലേക്ക് നമ്മളെല്ലാവരും പോകാനുള്ളവരാണ്. ദുനിയാവ് നമുക്കുള്ളതല്ല, നമുക്കുള്ളത് ആഖിറവും ഖബറുമാണ്. റബ്ബേ അള്ളാഹുവേ, നമ്മൾ എത്ര കോടികൾ ഉണ്ടാക്കിയിട്ടാലും നമുക്ക് ദുനിയാവ് നമുക്കുള്ളതല്ല. നിങ്ങൾ അള്ളാഹുവിനെ ഓർത്ത് കഴിയുന്ന സഹായം, നിങ്ങളെ കൊണ്ടാവുന്ന സഹായം, നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ സഹായങ്ങൾ തന്ന് ദുനിയാവിൽ എന്നെ മരണപ്പെടുന്നത് വരെ സഹായിച്ചാൽ ആഖിറത്തിൽ റബ്ബ്, സർവശക്തനായ റബ്ബ്, നിങ്ങളെയും ഞങ്ങളെയും എൻ്റെയും നാഥൻ നിങ്ങൾക്ക് ദുനിയാവിൽ ചെയ്യുന്ന ആ നന്മയുടെ സക്കാത്തിൻ്റെ സദക്കയുടെയും ഫലം ദുനിയാവിൽ കോടി ഇരട്ടി തരുമാറാകട്ടെ എന്ന് കണ്ണീരോടും സങ്കടത്തോടും നിങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ പൈസ എങ്ങനെ വന്ന? ഇല്ല, അത് കഴിഞ്ഞ വീഡിയോ എടുത്ത് എനിക്ക് 7,500 വരെ കിട്ടി. അത്രേ വന്നോളൂ. കഴിഞ്ഞ വീഡിയോയിൽ പൈസക്കല്ലല്ലോ ചെയ്യുന്നത്, കഴിഞ്ഞല്ല പൈസ വഴിക്ക് വേണ്ടിയാണ്. ഇപ്പം നമ്മൾ ഉപജീവനത്തിനും ഗുളികയ്ക്കും വേണ്ടി ആണ് നമ്മൾ ജനങ്ങൾക്ക് ചോദിക്കുന്നത്. അവരവരാൽ കഴിയുന്ന സഹായം ചെയ്യണം. പ്രതിമാസം 10,000 രൂപ എൻ്റെ വീട്ടുകാർക്ക് തന്നെ 15 ദിവസത്തിലൊരിക്കൽ തരണം. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഗുളിക, അതിൻ്റെ ഡോക്ടറെ ഇല്ല, ഞാൻ ഇട്ട പേര് ഞാൻ അതിൽ പറഞ്ഞു തരാം.
അപ്പം ഞങ്ങളെ കൊണ്ട് വേറെ യാതൊരു വഴിയുമില്ല. ഈ കണ്ണിൽ ഡെയിലി മരുന്ന് ഒഴിച്ചില്ലെങ്കിൽ ഈ കണ്ണിന് എന്ത് സംഭവിക്കും? കണ്ണ് തള്ളോ? ഈ മരുന്ന് ഒഴിച്ചില്ലെങ്കിൽ കണ്ണ് വെളിയിൽ 2 കണ്ണും വെളിയിൽ ചാടുമെന്ന് അത്ര ഗുരുതരമാണ്. നരമ്പ് ബ്ലഡ് ഓട്ടം ചെന്ന് ഉളുത്ത് അത് തേയ്മാനം വന്ന് ഉളുത്ത് പോയി. ചതഞ്ഞതാ എന്താ എനിക്ക് അറിഞ്ഞൂടാ. അള്ളാഹു എനിക്ക് തരാനുള്ളത് എനിക്ക് തന്നെ തന്നു. അതുകൊണ്ട് അള്ളാഹുവിനെ വിചാരിച്ച് റബ്ബിനെ വിചാരിച്ച് നിങ്ങൾക്കും മാതാപിതാക്കളും സന്താനങ്ങളും നിങ്ങൾക്കുമുണ്ട്. നിങ്ങൾക്ക് ദുനിയാവിൽ ചെയ്യുന്ന നന്മ അള്ളാഹു സുബ്ഹാനഹു തആല ആഖിറത്തിൽ നിങ്ങൾക്ക് 1000 ഇരട്ടി നന്മ തരട്ടെ. നിങ്ങൾക്കും നിങ്ങളുടെ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന എല്ലാവർക്കും എനിക്ക് ഈ കണ്ണിന് മരുന്നെത്തിക്കുന്ന ഉസ്താദിനും സർവശക്തനായ റബ്ബെ അവരെ കുടുംബത്തിന് ഐശ്വര്യവും ബറക്കത്തും ഞാമത്തും നിങ്ങൾ വാരിക്കോരി കൊടുത്ത് കാക്കണേ അള്ളാ. നാളെ നമ്മളെല്ലാം കബറിൽ പോകാനുള്ളവരാണ് റബ്ബി. അള്ളാ അവിടെ താങ്ങൻ തണലും നമുക്ക് എല്ലാവർക്കും തന്നെ റബ്ബി. സർവശക്തനായ നാഥ, നമ്മൾ ദുനിയാവിൽ എന്ത് സമ്പാദിച്ചാലും ദുനിയാവിൽ കളഞ്ഞിട്ട് പോകാനുള്ളതേ ഉള്ളൂ. ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വേണ്ടി തഖ്വ ചെയ്യണം. ആ തഖ്വ ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. നമ്മളെ സമ്പത്തെല്ലാം നമ്മൾ ദുനിയാവിൽ കളഞ്ഞിട്ട് ആഖിറത്തിൽ പോകാനുള്ളവരാണ് റബ്ബി. നിങ്ങൾ ചെയ്യുന്ന ഈ നന്മയും ഈ സദഖയും സക്കാത്തും നാളെ ആഖിറത്തിൽ റബ്ബേ കോടിക്കണക്കിന് നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും മരണപ്പെട്ടവർക്കും സന്താനങ്ങൾക്കും വാരിക്കോരി അല്ലാഹു സുബ്ഹാനഹു തആല ചൊരിച്ചു തരുമാറാകട്ടെ. ആമീൻ. നിങ്ങളെ അക്കൗണ്ട് നമ്പറാണ് ഇതിൽ കൊടുത്തേക്കണം? എൻ്റെ അക്കൗണ്ട് നമ്പറാണ്. ഈ ഗൂഗിൾ പേ നിങ്ങളത് തന്നെയല്ലേ? എൻ്റെ തന്നെ. ഈ അക്കൗണ്ടിൽ പൈസ അയച്ചാൽ നിങ്ങളെ അക്കൗണ്ടിൽ തന്നെ കിട്ടുമല്ലോ? ഈ നമ്പറിൽ അയച്ചാൽ കിട്ടും, എല്ലാം കിട്ടും. ശരി, ഇൻഷാ അല്ലാഹ്. ഒന്നുകൂടെ ജനങ്ങളടുത്ത് പറയും എന്നെ സഹായിക്കണം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഈ സാധുവായ മനുഷ്യന് അർഹതപ്പെട്ട ആളാണ്. എല്ലാവരും സഹായിക്കണം. ഇദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. പറ്റുമെങ്കിൽ ഇദ്ദേഹത്തിന് വഴി സൗകര്യമായിട്ടൊരു 2-3 സെൻറ്റ് വസ്തു മേടിച്ച് ഒരു ചെറിയ വീട് വയ്ക്കാനുള്ള ഒരു സാമ്പത്തികം കിട്ടിയാൽ വളരെ ഹൈറായിരുന്നു. അതിനുവേണ്ടി എല്ലാവരും സഹായിക്കണം. ഒക്കുന്ന സഹായങ്ങൾ സഹായിക്കുക. എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കരയാനും കണ്ണീരില്ല, കാണാനും കണ്ണും ഇല്ല. കരയാനും കണ്ണീരില്ല, കാണാനും കണ്ണും ഇല്ല. കാണുന്ന കണ്ണും ഇല്ല, കരയുന്ന കണ്ണും ഇല്ല. കാണുന്ന കണ്ണും ഇല്ല, കരയുന്ന കണ്ണും ഇല്ല. കാണുന്ന നിങ്ങളെല്ലാം കനിയേണേ കണ്ണുള്ളോരേ. കാണുന്ന നിങ്ങളെല്ലാം കനിയേണേ കണ്ണുള്ളോരേ. കനിവേകും നിങ്ങൾക്കല്ലാഹ് ദുനിയാവും ആഖിറവും. കനിവേകും നിങ്ങൾക്കല്ലാഹ് ദുനിയാവും ആഖിറവും. കരയാനും കണ്ണീരില്ല, കാണാനും കണ്ണും ഇല്ല. കരയാനും കണ്ണീരില്ല, കാണാനും കണ്ണും ഇല്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നുള്ള വഴിയാണ്. വഴി ഞാൻ കാണിക്കണം, എല്ലാവരും കണ്ടോളെ. ഇതാണ് വീട്. ഇറങ്ങാം വഴി. സ്റ്റെപ്പ് 1 2 മറിഞ്ഞ് വീഴും കേട്ടോ റഹ്മാനെ.
അല്ലാഹു അക്ബർ. ഇതാണ് വേലി. വേണ്ട വേലിയാണ്. ഇതാണ് വഴി. ഇച്ചിരിയേ ഉള്ളൂ. കണ്ടല്ലോ, ഞാൻ നടക്കുകയാണ്. റോഡിലോട്ട് പോകും. ഒരുപാട് പോകണം. ഇതിൽ കൊണ്ടാ കറണ്ട് അടിക്കും. അപ്പോൾ കണ്ണ് കാണാത്ത ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടായ കുഴിയാണ്, മറിഞ്ഞ് വീഴും. മറിഞ്ഞൊക്കെ വീഴും കേട്ടോ. ഒരു ഈ രണ്ട് കണ്ണും കാണാൻ ആവതുള്ള ഞാൻ നടന്നിട്ട് മറിഞ്ഞു വീഴാം. സുബ്ഹാനല്ലാഹ്. ഇതാണ് കഷ്ടം. കണ്ട, യവനൊക്കെ എവിടെ കൊണ്ടുപോയി. വൈദ്യുത വേലി എന്നാണ് ഇത്. കണ്ണാണത് അവിടെ നടന്നു പോകുന്ന വഴിയാണ്. വേറെ 2-3 കുടുംബങ്ങളുണ്ടെന്നു. അല്ലാഹുവേ, ഇതൊക്കെ മുള്ളുവേലിയാണ്. അപ്പുറത്തോട്ടൊക്കെ കുഴിയാണ്. ഇതിൻ്റെ ഇടയ്ക്കൊരു മരം. ഈ വേലി മറ്റേ വേറൊരാക്കട്ടെ. അല്ല, ഭയങ്കരമായ ഇതിലേക്ക് എങ്ങനെ പോകും? കള്ളുകുടിയന്മാർ ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. അല്ലാഹുവേ, ഇത് കാട്ടിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കഴിവിൻ്റെ പരമാവധി ആ സാധുവായ 2 കണ്ണും കാണാത്ത ആ പാവപ്പെട്ട മനുഷ്യനെ എല്ലാവരും സഹായിക്കണമേ എന്ന വസിയത്തോടെ. അസ്സലാമു അലൈക്കും.